മര്യാദ പരിപാടി സ്കൂളിൽ പോകണ പരിപാടി. ഹലോ ഗായ്സ്. അപ്പോൾ നമ്മൾ ചെറിയ പിള്ളേരെത്തിയപ്പോൾ സുക്കുമി ബാക്ക് ടു സ്കൂളാണ്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ഞാൻ ഇന്നലെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ ഇന്നിപ്പോൾ ട്രയലാണത്. സുക്കുമിയുടെ ട്രയൽ എടുത്തോണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കാണാം സുക്കുമിയുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ സുക്കുമിക്ക് ഇനി യൂണിഫോംസൊക്കെ ട്രയൽ ചെയ്യണം, പിന്നെ ബുക്സൊക്കെ ഇനി ബൈൻഡ് ചെയ്യാനുണ്ട്. അങ്ങനെ 1 മുതൽ നമുക്ക് എല്ലാം തുടങ്ങാനുണ്ട്. അപ്പോൾ നമ്മൾ തുടങ്ങണേന്. അതിട്ട് നോക്കിക്കേ, ഇഷ്ടപ്പെട്ടാ? അയ്യൂരല്ലേ വന്നിട്ട് നാഗവല്ലി ഡ്രസ്സൊക്കെ അഴിച്ച് വലിച്ചെറിഞ്ഞിട്ട് പോലെ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും ഇട്ടേക്കണ. ഡ്രസ്സ് ഇടാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് അല്ലേ? എന്താ സുക്കുമ്മയ്ക്ക് ഞാൻ ഷൂ വാങ്ങിച്ചു, സാൻഡൽസ് വാങ്ങിച്ചു. ഷൂ വാങ്ങിയിട്ടില്ല, നമ്മൾ റെയിനി സീസൺ ആയതുകൊണ്ട് സുക്കുമ്മി സാൻഡൽസൊക്കെ ട്രൈ ചെയ്യുന്നതാണ്. ഇത് അല്ല, ഇതിവിടെ അഡ്ജസ്റ്റ് ചെയ്യണം. കണ്ടോ, നോക്കി സുഖമില്ല. കറക്റ്റ് നെക്കിൻ്റെ ലെങ്ത്തിന് എടുത്തിട്ട് വേണം ട്രൈ ചെയ്യാൻ. സ്കൂളിൽ പോകുന്നുണ്ടായി. ഇന്നോ ഇന്നലെ ക്ലാസ് ഇന്നലെ ക്ലാസ് നമ്മളുടെ ബുക്ക് കണ്ടോ? അങ്ങനെ ബെൽറ്റ് ഇടാനായിട്ട് നമ്മൾ കുറച്ച് ടാസ്ക് ആയിരുന്നു, കുറച്ച് സമയം എടുത്ത്. കാരണം ഇതിൻ്റെ ലെങ്ത്തൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരാനായിട്ട്. പിന്നെ പുതിയതായതുകൊണ്ട് ഭയങ്കര സ്റ്റിഫായിട്ട് ഇരിക്കണേത്. എന്തായാലും നമ്മൾ ട്രയൽ നോക്കിയാൽ നന്നായില്ലെങ്കിൽ നാളെ രാവിലെ ആകുമ്പോഴേക്കും നമ്മൾ ഈ തിരക്കിനിടയിൽ നല്ല ടൈറ്റായി പോവും. കാരണം ഇത് നമുക്ക് ട്രയൽ ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടില്ല, ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. രാവിലെ 7:30 ആകുമ്പോൾ സുക്കുമിനെ വാൻ വരും. അപ്പോൾ രാവിലെ നമ്മൾ എന്തായാലും ഓട്ടത്തിലായിരിക്കുള്ളൂ. അപ്പോൾ അത് സുക്കുമി ഫുൾ ഔട്ട്ഫിറ്റ് കണ്ട. നേരക്ക് സ്ട്രൈറ്റ്, സ്റ്റാൻഡ് സ്ട്രൈറ്റ്. ഓക്കെ. സുക്കുമി റെയിനി സീസണായിട്ട് നമ്മൾ ഷൂസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല, പിന്നെ സോക്സും വാങ്ങിയിട്ടില്ല. സോക്സ് കിട്ടിയിട്ടുണ്ട് അല്ലേ? കണ്ടോ സോക്സ്? കണ്ടോ? വെനസ്ഡേ യൂണിഫോം കണ്ടോ? ഇല്ല, അതും കൂടി നമുക്ക് ട്രയൽ ചെയ്യണം. ഞാൻ സ്കൂളിൽ പോവാണ്. ഇതൊന്ന് ഇൻസേർട്ട് ചെയ്യേണ്ടി വരും. ഇൻസേർട്ട് ചെയ്യണം, അതാണ്. അയ്യോ, ഇങ്ങനെയല്ല ചേട്ടന്മാർ ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ആൾക്കാർ ഇൻസേർട്ട് ചെയ്താണ്ടോ എന്നെ? സത്യം അത് സ്കൂളിലായാലും ഞങ്ങളോട് സുക്കുമി എന്ത് ഹൗസാണ്? യെല്ലോ ഹൗസാണ്. യെല്ലോ ഹൗസിനാണ് ഈ ഡ്രസ് അല്ലേ? വെനസ്ഡേ യൂണിഫോം. സുക്കുമിയുടെ വെനസ്ഡേ യൂണിഫോം ആണ്. ഇൻസേർട്ട് ചെയ്യുന്നാലാണ് അറിയുള്ളൂ, ഭംഗി അറിയുള്ളൂ. അമ്മച്ചെത്തി മര്യാദ നല്ല ക്യൂട്ടായിരുന്നു സുക്കുമി ഡ്രസ് ഇട്ടിട്ട് അല്ലേ? ഇവിടെ ടക്ക് ഇത് എന്താണ് നോക്കട്ടെ, നേരെ നിൽക്ക് നോക്കട്ടെ. കൈയ്യെടുത്തിട്ട് ഇങ്ങനെ നോക്കിയേ ഡ്രസ് പഴയ കൊടയും. അപ്പോൾ നമ്മൾക്ക് ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് സുക്കുമീസ് ടെക്സ്റ്റ് ബുക്സ് ആൻഡ് ഓൾ. അപ്പോൾ നമുക്ക് സുക്കുമിയുടെ ടെക്സ്റ്റ് ബുക്ക് സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന ഐറ്റംസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു ആക്ടിവിറ്റി ബുക്കാണ്, പോർട്ട്ഫോളിയോ, ഫാമിലി സെലിബ്രേഷൻസ്, ബർത്ത്ഡേയ്സ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ
കുട്ടീനെ കുറിച്ചുള്ള അതായത് പുള്ളിയുടെ ആക്ടിവിറ്റീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ്. ഇത് നമ്മുടെ സ്കൂൾ ഡയറി. പിന്നെ ഇതാണ് മെയിൻ ടെക്സ്റ്റ് ബുക്കുകൾ കാര്യങ്ങളൊക്കെ വരുന്നത്. ബുക്സൊക്കെ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം കേട്ടോ, അത്യാവശ്യം ഹെവിയാണ് ഇത്തിരി പഠിക്കാനുള്ളതെന്ന്. ഞാനിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നമ്മളെ നോക്കുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം കാര്യങ്ങളുണ്ട് പഠിക്കാനായിട്ട്. ടാസ്ക്കാണെന്ന് തോന്നണേ. ഇപ്പോൾ അതായത് കമ്പ്യൂട്ടറിൻ്റെ ബുക്കാണ്, കോഡിംഗ് ആണെന്ന് മനസ്സിലായില്ല. AI+ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിനിപ്പോൾ എനിക്ക് തോന്നുന്നത് കമ്പ്യൂട്ടറും കോഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിരിക്കും. കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പഠിക്കാനുണ്ട്. റണ്ണിങ് ലെറ്റർ ഇല്ല, തൻ്റെ ഒരു റണ്ണിങ് ലെറ്റർ എഴുതാൻ പോണില്ലേ? എഴുതാം. ഇതാണ് റണ്ണിങ് ലെറ്റർ എഴുതണ്ട. കേഴ്സീവ് റൈറ്റിംഗ് കറക്റ്റ് വന്നല്ല. കേഴ്സീവ് റൈറ്റിംഗ് നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. കേഴ്സീവ് റൈറ്റിംഗ് ചോദിച്ചപ്പോൾ തന്നെ വന്നല്ല. ചോദിച്ച ഐറ്റം വന്നു. ഗൈസ്, അപ്പോൾ നമ്മൾ കവർ ചെയ്യാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ സമയം 8 മണിയായി. സുഖമേ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റിയതാ. സുഖമേ പറഞ്ഞോ, സ്റ്റാർട്ട് പരിപാടി. മര്യാദ സ്കൂളിൽ പോകണ പരിപാടി. കൈമാറ്റി നാറൂട്ടോയാ കക്കാശ അതെന്തോ കൈമാറ്റി എൻ്റെ കയ്യിലട കൊണ്ടത് കൈമാറ്റി. എല്ലാതും വെക്കണ്ട. ഇപ്പം ഡയറിയും ഇതൊക്കെ വെക്കുക. നമുക്ക് റഫ് ബുക്കും പെൻസിൽ ബോക്സും ഒക്കെ വെക്കുക. എല്ലാം വെക്കണം. അടി എല്ലാം വെക്കണ്ടടി. കുറച്ച് ബുക്സ് മാത്രം വെച്ചാൽ കുട്ടപ്പൻ ആരാ? ക്രയോൺ കൂടെ വെക്കാം. ക്രയോൺ വെക്കട്ടെ?
വേണം. ആർട്ട് ബുക്ക് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ അമ്മ ഇതിൻ്റെ ഉള്ളിൽ വെക്കാം കേട്ടോ. ഉള്ളിലേ ബോക്സും ഇപ്പുറത്ത് വെക്കാം, ഫ്രണ്ടിൽ വെക്കാം. വാവക്ക് എടുക്കാൻ എളുപ്പമുണ്ട്. ബുക്സ് ഉള്ളിലാണ് വെച്ചേക്കണം കേട്ടോ. റബ്ബറും ഷാർപ്പ്നറൊക്കെ കളയുന്നതുകൊണ്ട് വെച്ചിട്ടുണ്ട്. എടാ ഇത് നീ കളയും. ഇതിന് 2 ഷാർപ്പ്നർ വാവേ, 2 ഷാർപ്പ്നർ റബ്ബർ എക്സ്ട്രാ. ഇത് കോയിൻ പോക്കറ്റാടാ, കോയിൻസ് ഒക്കെ ഇടുന്നല്ലേ അല്ലേ? ഇതൊക്കെ ഇവിടെ വെച്ച മറക്കുമ്പാവേ. ഹലോ വാ. all set for അല്ലേ? all set for grade 1. മാറ്റ് രാവിലെ കാണാം. ഓക്കെ അതിൻ്റെ പുറം. ബൈ ബൈ ഗായ്. സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ബുക്സൊക്കെ എടുത്ത് വെച്ചു. ഇനി ബാലൻസ് ഉള്ളതൊക്കെ നമ്മുടെ സുക്കുമിയുടെ റാക്കാണിത്. ഇവിടെയാണ് സുക്കുമി ബുക്സും ബാഗൊക്കെ വെക്കണത്. പിന്നെ നമ്മളുടെ ഈ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ വെക്കണം ഇവിടെ തന്നെയാണ്. അപ്പോൾ അതേ നമ്മളെല്ലാം തിരിച്ചെടുത്ത് വെച്ച് സുക്കുമി ഉറങ്ങാനുള്ള സെറ്റപ്പിലായി. ഞാനും ഉറക്കുമ്പോൾ തൂങ്ങി. അപ്പം ഇനിയിപ്പോൾ നമുക്ക് നാളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.